എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ സൗണ്ടും ശരിയായിട്ടില്ല, മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുകയാണ്. എന്താ പറയുക, ഒരു സുഖമില്ല കാണാൻ. എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, തള്ളയ്ക്ക് പോലും സഹിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതുപോലത്തെ അവസ്ഥയാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ രൂപത്തിന് പേര് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പേര് സജസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് നല്ല പേര് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള രസമായിട്ടാണ്. അതായത് നമ്മളെ ജലദോഷത്തിൻ്റെ സമയത്തും ചുമയുടെ സമയത്തൊക്കെ ഈ രസം കുടിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു സമാധാനം കിട്ടും തൊണ്ടയ്ക്കൊക്കെ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന രസമാണ്. അപ്പോൾ 2 രസത്തിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രസം കൂടി ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൊടികളൊക്കെ വെച്ചിട്ടുള്ള രസം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യുക്കായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള രസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനു മുൻപ് ഞാൻ രസത്തിൻ്റെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്ന് കേരള രസം, അതുപോലെ തന്നെ ഒന്ന് തമിഴ്നാട് രസം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്ന കേരള രസത്തിൻ്റെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അന്ന് ഞാൻ ചെയ്തിരുന്നതെല്ലാം എന്താ പറയുക, ഹോളായിട്ടുള്ള മല്ലി, ഹോളായിട്ടുള്ള കുരുമുളക്, ഹോളായിട്ടുള്ള മുളകൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ബാച്ചിലേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്നും അവരുടെ കയ്യിൽ അവൈലബിൾ അല്ല, പൊടികൾ വെച്ചിട്ടൊന്നും ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അസുഖമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള എല്ലാ പൊടികളും വെച്ചിട്ട് ഈസി ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൾഡിനും അതുപോലെ തന്നെ ചുമയ്ക്കൊക്കെ നല്ലതാണ് ചെറിയ ജീരകം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ, അതായത് നല്ല ജീരകം, ക്യുമിൻ പൗഡർ ഇല്ലേ, അതിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പൊടിയില്ലെങ്കിൽ ചതച്ചിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. പക്ഷേ പൊടിയും മിക്കവാറും വീട്ടിലുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയും നമുക്ക് 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി 2 നുള്ളോളം. പിന്നെ തൊണ്ടയ്ക്കൊക്കെ വളരെ നല്ലതാണ് കുരുമുളക്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. പിന്നെ ചെറിയൊരു കളറിന് വേണ്ടി മാത്രം ഞാൻ ഇച്ചിരി മുളക് പൊടി ഇടുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം, ഒരു 2 നുള്ള്. പിന്നെ ഒരല്പം കായത്തിൻ്റെ പൊടി. പിന്നെ വളരെ ചെറിയൊരു കഷ്ണം പുളി, സാമ്പാർ പുളി. അത് നിങ്ങൾക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ പുളിയായിട്ട് ഇട്ട് കൊടുക്കാം. കാരണം ഞാനിത് അരിച്ചെടുക്കാൻ പോകുന്ന രസമാണ്. അപ്പോൾ ഇതെല്ലാം അരിപ്പയിൽ വന്നോളും. അതെല്ലാം അരിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് പുളിയുടെ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ പുളിയുടെ അളവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. എനിക്ക് ഇച്ചിരി അത്യാവശ്യം പുളിയും എരിവുള്ള രസമാണ് ഇഷ്ടം, അതുകൊണ്ട് അത്യാവശ്യം ഞാൻ പുളി ഇടുന്നുണ്ട്. പുളി കൂടാതെ ഒരു തക്കാളിയും കൂടെ നമുക്ക് അരിഞ്ഞ് ചേർക്കാൻ പോവാണ്. ഞാൻ സാധാരണ തക്കാളി കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചിടുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ ഉടച്ചിടുക അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിടാം. പക്ഷേ മിക്സിയിൽ നിന്ന് എടുക്കാൻ നിൽക്കണ്ട, അതിനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വെറുതെ അരിഞ്ഞിടുന്നത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ 2 തക്കാളി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തക്കാളി കുറവാണെന്നുണ്ടെങ്കിൽ പുളിയുടെ അളവ് കൂട്ടി കൊടുക്കുക. ഓക്കെ, 2 ഇടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇടുക. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിക്കൊള്ളുക. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയുടെ ഇല, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്കൊരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3 അല്ലി, വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചത്. ഇപ്പോൾ ചതച്ചിടാം, അതല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതിയാകും. പിന്നെ വെളുത്തുള്ളിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്കിനി ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രസം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഇത് അടച്ച് വെക്കുകയാണ്, മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത്ര നേരം വരെ. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ നമുക്കിതങ്ങ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ചേർത്തിരിക്കുന്ന ആ പൊടികളിലെല്ലാം ആ ഒരു റോ ടേസ്റ്റ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഓക്കെ, ഇതാ ഒരു 7 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ചെയ്തു. ഇനി ഒരു തവി എടുക്കുക. തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് നമ്മുടെ തക്കാളി അങ്ങ് ഉടച്ചു കൊടുക്കുക. നിങ്ങൾ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞിടുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ മുറിച്ചിട്ട കാരണം മാത്രമാണ് തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ മിക്സിയിൽ അടിച്ച് ചേർക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ചിലർക്ക് തക്കാളി ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും, അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വാസന വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ രസത്തിൻ്റെ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് രസം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. വേറെ രസത്തിൻ്റെ പൊടി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള പൊടികൾ വെച്ചിട്ട് വേണം നമുക്ക് അടിപൊളിയായിട്ടുള്ള രസം ഉണ്ടാക്കാം. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അതായത് ഇപ്പം എരിവിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജീരകത്തിൻ്റെ സ്മെല്ല് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ താളിക്കുന്ന സമയത്ത് അതിൽ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അടിപൊളി, പുളിക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു അല്പം കൂടെ കുരുമുളകിൻ്റെ കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്.
പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ശർക്കര ചേർക്കുന്ന ഇഷ്ടമാണ് നമ്മുടെ രസത്തിൽ. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം മാത്രം ശർക്കര ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഷുഗർ ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ ഇടുന്നില്ല, എനിക്ക് ഈ ശർക്കര ഇടുന്ന ഇഷ്ടമില്ല നമ്മുടെ കേരള രസത്തിൽ. ഒരു അല്പം പെപ്പർ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പെപ്പർ പൗഡർ ഇപ്പോൾ ഏത് സമയത്ത് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. അതേസമയം ബാക്കിയുള്ള പൊടികളാണെന്നുണ്ടെങ്കിൽ താളിക്കുന്ന സമയത്ത് എണ്ണയിൽ കൂടെ അങ്ങ് ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ താളിക്കണം ഒരു നിർബന്ധം ഇല്ല കേട്ടോ. ഇങ്ങനെ തന്നെ അടിപൊളിയായിട്ടുള്ള രസമായിട്ടുണ്ട്. താളിക്കുമ്പോൾ ഒരു മുഴുവനും പെർഫെക്ഷൻ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രസം അങ്ങ് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഇതിപ്പോൾ ചിലവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അരിക്കുകയില്ല, അരിക്കാണ്ട് തന്നെ താളിച്ച് ചേർത്തിട്ട് അങ്ങ് രസം മേലത്തെ മോളിൽ നിന്ന് മാത്രം എടുക്കും. അപ്പോൾ രസം ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പം എൻ്റെ അച്ഛനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തക്കാളി എടുത്തിട്ട് രസത്തിലോട്ട് ഇടും. അപ്പോൾ രസവും കഴിക്കുമ്പോൾ തക്കാളിയും കൂടെ ചോറിൽ കൂടെ കൂട്ടി പുരട്ടി കഴിക്കാൻ ഇഷ്ടമാണ് പുള്ളിക്കാരന്. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഉടയാത്ത തക്കാളി തിരിച്ചിടുന്നുണ്ട്. ബാക്കി നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ അല്ലാണ്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ രസം കുറച്ച് കുടിക്കുക കേട്ടോ. ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് കുടിച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ദഹനത്തിന് വളരെ നല്ലതാണത്. അതായത് പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മുടെ വയറ് അപ്സെറ്റ് ആയിരിക്കും. ഒരു ഗ്യാസ് നിറഞ്ഞ പോലെയോ ദഹനം ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ഇതുപോലുള്ള രസം കൂട്ടിയിട്ടാണ് മിക്കതും ചോറുണ്ണുക. ഓക്കെ, അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങ് ഇതിലോട്ടങ്ങ് കാച്ചി ഒഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ കാച്ചി ഒഴിക്കണം ഒരു നിർബന്ധമില്ല, എന്നാലും ഒരു ഫിനിഷിങ്ങിന് വേണ്ടി മാത്രം നമുക്ക് കാച്ചി ഒഴിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു സോസ് പാൻ വെക്കുക. അതിലോട്ട് അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കാരണം രസത്തിൽ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ അല്പം മാത്രം മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കടുക്. പൊട്ടി വരുന്ന സമയത്ത് 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് അല്പം മാത്രം ജീരകത്തിൻ്റെ പൊടി, ജീരകത്തിൻ്റെ സ്മെല്ല് ഇച്ചിരി കുറവ് പോലെ ഫീൽ ചെയ്തു, അതുകൊണ്ട് അല്പം ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ രസത്തിലോട്ട് അങ്ങ് ഒഴിക്കുക. അതാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കുക. ആ ഫ്ലേവറൊക്കെ രസത്തിലോട്ട് അങ്ങ് ഇറങ്ങിക്കോട്ടെ. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രസമാണ്. ഓക്കെ, നമുക്ക് തുറക്കാം. നമുക്ക് ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ആഹാ, എന്താ ടേസ്റ്റ്, എന്താ രുചി, എന്താ മണം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഈസിയാണ് നമ്മുടെ രസം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൽ ചേർക്കുന്ന പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ചിലർക്ക് ജീരകത്തിൻ്റെ സ്മെൽ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർക്കുക. പെപ്പർ പൗഡർ, അതായത് കുരുമുളകിൻ്റെ പൊടി അത്യാവശ്യം നന്നായി ചേർക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ചസ് വരുത്താം. പക്ഷെ ബേസിക്കലി ഇത്രയേ ഉള്ളൂ രസം ഉണ്ടാക്കുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതാണ് കേട്ടോ സർവ്വസുഗന്ധിയുടെ മരം. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിൽ സർവ്വസുഗന്ധിനെ പറ്റി പറഞ്ഞപ്പോഴേ. അപ്പോൾ സർവ്വസുഗന്ധി നമ്മൾ നോൺ വെജ് ചിക്കൻ മട്ടനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഇടാറുണ്ട്. പക്ഷെ ഞാൻ ഇടാറില്ല കേട്ടോ, കാരണം എനിക്കതിൻ്റെ ഓവറായിട്ട് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇടാറില്ല. ഇടുകയാണെങ്കിൽ തന്നെ നല്ല മൂത്തല്ല നോക്കിയിട്ട് ഇടുക. ചെറിയ പോർഷൻ ഇട്ടത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മണമാണ്. അതായത് നമ്മുടെ നാട്ടിലേക്ക് ഇതിനെ സർവ്വസുഗന്ധിനെ പറയാൻ വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചോദിച്ചവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ.